നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേലടി ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച നെടുമ്പോയിൽ അരിക്കാംചാലിൽ കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങടത്ത് ഉദ്ഘാടനം ചെയ്തു. മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. രാജൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. പ്രസന്ന, എം. രവീന്ദ്രൻ, മഞ്ഞക്കുളം നാരായണൻ, ലീന പുതിയോട്ടിൽ, എ.പി. രമ്യ, നിജിഷ, രാജീവൻ, സി.പി. അനീഷ്, കെ. ലീല, കെ.ടി. പ്രഭാകരൻ, ബ്ലോക്ക് സെക്രട്ടറി ബിനു ജോസ് എന്നിവർ സംസാരിച്ചു. 39 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ടി.പി. അബ്ദുറഹ്മാനെ ചടങ്ങിൽ ആദരിച്ചു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന സ്കഫോൾഡ് പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല കോഴിക്കോട് എ.സി.പി. ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ A.K. അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. DPO സജീഷ് നാരായണൻ, URC നടക്കാവ്, BPC വി ഹരീഷ്, സുവർണ ചന്ദ്രോത്ത് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 40ഓളം 2ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം KP കുഞ്ഞമ്മദ് കുട്ടി MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ, കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK റീത്ത, ലീബ സുനിൽ, NK ലീല, MP കുഞ്ഞിരാമൻ, TPP വിശ്വനാഥൻ, KO ദിനേശൻ, KC മുജീബ് റഹ്മാൻ, മുരളി കുളങ്ങരത്ത്, ഡോക്ടർ CK ഷാജി, ഡോക്ടർ അനുരാധ, KK സുരേഷ്, ജമാൽ മേഗേരി, AV നാസറുദ്ദീൻ, VV പ്രഭാകരൻ, V രാജൻ, അജിത നടേമൽ, RC വിനോദ്, ഡോക്ടർ സജിത, ഡോക്ടർ സുനിൽ, ജയൻ, സിനില എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതോടെ വൈകിട്ട് 6 വരെ ആശുപത്രി പ്രവർത്തിക്കും. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ, ഭരണസമിതി ഹാൾ തുടങ്ങിയവയുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനായി ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ പാനൽ, 754K ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ, വോയിസ് ആൻഡ് കൺട്രോൾ ആപ്പുള്ള സ്മാർട്ട് മീഡിയം, മോട്ടറൈസ്ഡ് TV, ലിഫ്റ്റ് സ്റ്റാൻഡ് എന്നിവ വാങ്ങുന്നതിന് GST ഉള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സർക്കാർ അക്രഡിറ്റഡ് ഏജൻസികൾ എന്നിവയിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 26 വൈകിട്ട് 5 വരെ സമർപ്പിക്കാം. ഫോൺ 0495 2430 799. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഒളവണ്ണ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തുകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് ശാസ്ത്രോപകരണ കിറ്റ് വിതരണം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 26 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലോ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലോ ബന്ധപ്പെടണം. ഫോൺ 0495 2430 799. പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 16 സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളും 2620 രൂപ ഫീസും സഹിതം എത്തണം. ഫോൺ 9400127797, 9496918562. കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അവസാനഘട്ട ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 15 നടക്കും. ഒഴിവുകളുടെ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വേക്കൻസി പൊസിഷൻ ലിങ്കിൽ ലഭ്യമാണ്. വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 9895039453, 9400667236. തണ്ണീർപന്തൽ ഇളയിടം അരൂർ റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ സെപ്റ്റംബർ 15 മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തണ്ണീർപന്തലിൽ നിന്ന് അരൂരിലേക്ക് പോകേണ്ട വാഹനങ്ങൾ അമ്പലക്കണ്ടിമുക്ക്, കുമ്മക്കോട് ഹെൽത്ത് സെന്റർ വഴി പോകണം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശദായം അടയ്ക്കുന്നതിൽ 24 മാസത്തിലകം വീഴ്ച വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട 60 വയസ്സ് പൂർത്തിയായവർക്ക് 2015 സെപ്റ്റംബർ 12 മുതൽ 2025 സെപ്റ്റംബർ 12 മുതൽ 2025 സെപ്റ്റംബർ 11 വരെയുള്ള കാലപരിധിക്കുള്ളിലെ അംശദായ കുടിശ്ശിക പിഴ സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഡിസംബർ 10 വരെ സമയം അനുവദിച്ചു. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്,
സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ്, ഫോൺ നമ്പർ, ഒരു ഫോട്ടോ എന്നിവ ഹാജരാക്കണം. ഫോൺ 049523840006. നഗര കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്റ്റാളുകളും കോൾഡ് സ്റ്റോറേജുകളും 11 മാസത്തേക്ക് ലൈസൻസിന് സ്വീകരിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 29 രാവിലെ 11 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.